സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരം പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചു. കൊലക്കേസ് പ്രതി മണികണ്ഠനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. വിലങ്ങ് കൊണ്ട് കഴുത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു. ബി അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ ആത്മഹത്യക്ക് ശ്രമിച്ച ഈ പ്രതിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ടോം, ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഇയാൾക്ക് കഴുത്തിൽ പരിക്കുണ്ട്, പക്ഷെ അത് അപകടകരമായ തരത്തിലുള്ള അതീവ ഗുരുതരമായ പരിക്കല്ലെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അല്പസമയത്തേക്കും ഇയാളെ മെഡിക്കൽ കോളേജിൽ ഡിസ്ചാർജ് ചെയ്ത് പൂജപ്പുര സെന്ററിലേക്ക് തന്നെ മാറ്റാനാണ് പോലീസിന്റെ തീരുമാനം. മണികണ്ഠൻ 2 തവണ ജയിൽ ചാടിയ പ്രതിയാണ്. കഴിഞ്ഞ മാസം ഈ മാസം 21-നാണ് അവസാനം ജയിൽ ചാടിയത്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം മധുരയിൽ നിന്ന് ഇയാളെ പോലീസും ജയിൽ വകുപ്പ് അധികൃതർ പിടികൂടുകയായിരുന്നു. കൊലക്കേസ് പ്രതിയാണ്. ജയിൽ ചാടാൻ സ്ഥിരമായ വാസനയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയൊക്കെ ജയിലിലുണ്ടായിരുന്നു. പക്ഷേ പുറത്തേക്ക് എത്തിക്കുമ്പോൾ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായി പുറത്തേക്ക് എത്തിക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം ദിവസങ്ങളിൽ നടത്തിയ അന്വേഷണ ശേഷം അയാളുടെ പിടികൂടായത്. ഇന്ന് തിരികെ ജയിലിലേക്ക് പ്രവേശിപ്പിക്കാൻ ഇരിക്കുകയായിരുന്നു. അതിനിടയിലാണ് സ്റ്റേഷൻ ലോക്കപ്പിൽ വെച്ച് വിലങ്ങ് ഉപയോഗിച്ചുകൊണ്ട് കഴുത്ത് മുറിക്കാൻ ശ്രമിച്ചത്. ഗുരുതരമായ പരിക്കുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ്. അല്പസമയത്തിനകം അവിടെ നിന്ന് തിരികെ ജയിലിലേക്ക് ഇതിനെ പ്രവേശിപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. വിഷയത്തിൽ ഈ പോലീസിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു വിശദീകരണം വന്നിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്നൊരു കസ്റ്റഡി മർദ്ദനമോ മറ്റോ ഉണ്ടായിരുന്നോ? അതിന്റെ എന്താണ് ഈ ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ അരുൺ? ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നയാളാണ് അയാൾ. നേരത്തെയും ഇത്തരത്തിൽ ജയിൽ ചാടിയ ആളാണ്. ജയിലിൽ നിന്ന് ഏത് വിധേയം രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു തടവ് ചാട്ടം. പക്ഷെ 2ാം തവണയും അയാളെ പോലീസ് പിടികൂടുകയായിരുന്നു. കൊണ്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ലോക്കപ്പിൽ വെച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം അവിടെ ഉണ്ടായത്. ആ സമയത്താണ് കഴുത്ത് മുറിക്കാനുള്ള ശ്രമം നടത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ വലിയ അപകടത്തിലേക്ക് പോയില്ല. ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലൊന്നും ഉണ്ടായില്ല. മറ്റേ ലോകമർദ്ദനം പോലുള്ള ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറോട് നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മർദ്ദനമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ വിലങ്ങുപയോഗിച്ച് ഹാൻഡ് കഫ് ഉപയോഗിച്ചുള്ള ആത്മഹത്യാ ശ്രമം നടത്തിയതാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായും ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. ജയിൽ വകുപ്പിന്റെ അന്വേഷണവും ഉണ്ടാകും. ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആത്മഹത്യാ ശ്രമം ഉണ്ടായെന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാൾക്കെതിരെ ഇപ്പോൾ ഒരു കേസ് കൂടി പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അത് ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന കുറ്റത്തിലാണ്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ബി അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പൂജപ്പുര പോലീസ് സ്റ്റേഷനിലാണ് കൊലക്കേസ് പ്രതി മണികണ്ഠൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. പ്രതി അപകടനില തരണം ചെയ്തതായിട്ടാണ് പോലീസ് നൽകുന്ന വിവരം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.